മലയാളികളുടെ കാതുകളിൽ തേന്മഴ പെയ്യിച്ച വാനമ്പാടി ജാനകിയമ്മ. മലയാള ഭാഷയുടെ തനിമയും ഭാവവും അത്രമേൽ ആഴത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മലയാളിക്ക് എക്കാലത്തെയും മികച്ച പ്രണയവിരഹ ഗാനങ്ങൾ സമ്മാനിച്ച ഗായിക. മാതൃഭാഷ തെലുങ്കാണെങ്കിലും മലയാളികൾ അവരെ സ്വന്തം ജാനകിയമ്മയായി നെഞ്ചിലേറ്റി. 1000-ലധികം മനോഹരമായ മലയാള ചലച്ചിത്ര ഗാനങ്ങളിലൂടെ 4 പതിറ്റാണ്ടിലേറെയായി അവർ കേരളത്തിന്റെ കാതുകളിൽ തേനും വയമ്പും നിറച്ചു. 1957 പുറത്തിറങ്ങിയ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ഇരുൾ മൂടുകയോ എൻ വാഴ്വിൽ എന്ന ഗാനത്തിലൂടെയാണ് ജാനകിയമ്മ മലയാളത്തിലേക്ക് കടന്നുവരുന്നത്. പിന്നീട് സംഗീത സംവിധായകൻ MS ബാബുരാജുമായുള്ള കൂട്ടുകെട്ട് മലയാള സംഗീത ചരിത്രത്തിലെ സുവർണ കാലഘട്ടമായി മാറി. ഭാർഗവി നിലയത്തിലെ താമസമെന്തേ വരുവാൻ, മൂടുപടത്തിലെ തളിരിട്ട കിനാക്കൾ, കാട്ടുതുളസിയിലെ സൂര്യകാന്തി തുടങ്ങിയ അനശ്വര ഗാനങ്ങൾ ഈ കൂട്ടുകെട്ടിൽ പിറന്നവയാണ്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച പ്രണയ താരാട്ടുപാട്ടുകളിൽ ഭൂരിഭാഗവും ജാനകിയമ്മയുടെ സ്വരമാധുരിയിലാണ് ആസ്വദിക്കപ്പെട്ടത്. തുമ്പിവ ഇളയരാജയുടെ സംഗീതത്തിൽ പിറന്ന ഈ ഗാനം തലമുറകൾ കഴിഞ്ഞിട്ട് മലയാളിക്ക് പ്രിയങ്കരമാണ്. ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ വിദ്യാലയ ഓർമ്മകളെ ഉണർത്തുന്ന ഗാനമാണ് ഒരു വട്ടം കൂടി. പ്രണയത്തിന്റെ വിരഹഭാവം ജാനകിയമ്മയുടെ ശബ്ദത്തിൽ ഇന്നും മലയാളികളെ ഈറനണിയിക്കുന്നതാണ് ONVMB കൂട്ടുകെട്ടിൽ പിറന്ന മിഴിയോരം നനഞ്ഞൊഴുകും. എക്കാലത്തെയും മികച്ച ഹിറ്റുകളിലൊന്നാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ മഞ്ഞണിക്കൊമ്പിൽ. കുട്ടികളുടെ ശബ്ദത്തിലും കിളികളുടെ നാദത്തിലും പാടാനുള്ള ജാനകിയമ്മയുടെ പ്രത്യേക കഴിവ് മലയാള സിനിമയിൽ ഏറെ പ്രയോജനപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മലയാള സിനിമകളിലെ മികച്ച ആലാപനത്തിന് ഒട്ടനവധി സംസ്ഥാന അവാർഡുകൾക്ക് പുറമെ തുലാഭാരം, ഓപ്പോളിലെ എന്നീ ചിത്രങ്ങളിലൂടെ ദേശീയ പുരസ്കാരങ്ങളും അവർ കേരളത്തിലേക്ക് എത്തിച്ചു. തുഷാരബിന്ദുക്കളെ, യമുനേ നീ ഒഴുകൂ, രാഗേന്ദു കിരണങ്ങൾ, സന്ധ്യ, കണ്ണീരിലെന്തേ, തളിരിട്ട കിനാക്കൾ, ഓലത്തുമ്പത്തിരുന്ന് ഊയാലാടും തുടങ്ങി മലയാളി എന്നും നെഞ്ചോട് ചേർത്ത എത്രയോ ഗാനങ്ങൾ ജാനകിയമ്മയുടെ ശബ്ദത്തിലൂടെയാണ് അമൃതവർഷമായി പെയ്തിറങ്ങിയത്. പ്രണയവും വിരഹവും വാത്സല്യവും നിറഞ്ഞ അവരുടെ ശബ്ദത്തിൽ പിറന്ന ഏറ്റുമാനൂർ അമ്പലത്തിൽ എഴുന്നള്ളത്ത്, ആടിവാ കാറ്റ് തുടങ്ങിയ ഗാനങ്ങൾ തലമുറകൾക്കിപ്പുറവും സംഗീത പ്രേമികൾ മൂളിക്കൊണ്ടിരിക്കുന്നു. 1938 ഏപ്രിൽ 23 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലെ പല്ലപ്പട്ലയിലാണ് ജാനകി ജനിച്ചത്. സംഗീതത്തോടുള്ള അടങ്ങാനാവാത്ത അഭിനിവേശം അവരെ ചെന്നൈയിലെത്തിച്ചു. AVM സ്റ്റുഡിയോയിൽ സ്റ്റാഫ് ആർട്ടിസ്റ്റായി ലഭിച്ച ജോലി ജാനകിയമ്മയുടെ സംഗീത ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി. അവിടെ ട്രാക്ക് പാടാൻ അവസരം ലഭിച്ചത് പിന്നീട് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച ഗായികയായി മാറുന്നതിലേക്കുള്ള ചവിട്ടുപടിയായി. ഈ ചലപതി റാവുവിന്റെ സംഗീതത്തിൽ ഒരു തമിഴ് ഗാനം പാടിക്കൊണ്ടാണ് അവർ സിനിമയിലേക്ക് എത്തിയത്. തുടർന്ന് നാഗേശ്വര റാവു എന്ന സംഗീത സംവിധായകനാണ് അവരുടെ മാതൃഭാഷയായ തെലുങ്കിൽ പാടാൻ അവസരം നൽകിയത്. കേരളത്തിന്റെ കാറ്റിനും പ്രകൃതിക്കും ജാനകിയമ്മയുടെ പാട്ടുകളുടെ ഈണമാണെന്ന് പലപ്പോഴും സംഗീത പ്രേമികൾ പറയാറുണ്ട്. ആ ശബ്ദം മാഞ്ഞു പോകാതെ മലയാളികളുടെ ഹൃദയത്തിൽ എന്നും എപ്പോഴും ജീവനോടെ തന്നെ ഉണ്ടാകും.